ഹലോ ചങ്ങായിമാരെ, അപ്പോൾ നമ്മളിതാ നമ്മൾ ഹൈദരാബാദ് ലോഡ് ഇറക്കിക്കാണ്ട് നമ്മളെ ചകിരിച്ചോറ് ഇറക്കിയിട്ട് നമ്മൾ താണ്ടൂർക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ലോഡ് ഇറക്കിയപ്പോൾ വിളിച്ചപ്പോൾ ലോഡ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ താണ്ടൂർ എത്തിയിട്ടുണ്ട്. നല്ല നീലാകാശം. നമ്മൾ അടുപ്പിച്ച് സ്ഥിരമായിട്ട് റിട്ടേണ് നമ്മൾ താണ്ടൂർക്കെല്ലാം എടുത്ത് പോകുന്നത്. ഇപ്പോൾ 5ാമത്തെ ലോഡാണ് കേട്ടത്. ഹൈദരാബാദൊക്കെ നമുക്ക് പല ലോഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രാവശ്യം നമുക്ക് ലോഡ് രാമനാട്ടുകാരാണ് ലോഡ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ മെഷീൻ്റെ ഒച്ച ഭയങ്കര ഒച്ചയാണ്. ചെവി കൂക്കണ ചെവി സൗണ്ടാണ്. നമ്മൾ ഈ പണിക്കാരൊക്കെ എങ്ങനെയാണോ അതിൻ്റെ അടുത്ത് സ്ഥിരമായിട്ട് ഇപ്പോൾ അതിൽ ഒച്ചയിലല്ല നിൽക്കണം. നമുക്കത് ഭയങ്കര ഒച്ചയാണ്. അവിടെ നിന്ന് പോയി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു പണിയെന്ന് പറഞ്ഞിട്ട് വലിയൊരു കുഴപ്പമില്ലാത്ത പണിയാണ്. ഹൈദരാബാദൊക്കെ വാടക കുറവാണ്. ഇവിടുന്ന് നാട്ടിലുള്ള വാടക ഒക്കെ കൂട്ടിക്കാണ്ട് പോകുമ്പോൾ വലിയ തെറ്റില്ലാത്തൊരു ബാലൻസ് നമുക്ക് കിട്ടും. വണ്ടിക്ക് ഓട്ടം കുറവാണ്. നല്ല തണുപ്പാണ് കേട്ടോ. പുറത്തൊന്നും ഇറങ്ങി നിൽക്കില്ല. നേരെ ഇപ്പോൾ 8 മണിയായി, എന്നിട്ട് തണുപ്പ് കുറഞ്ഞിട്ടില്ല. ചെറിയ തോതിൽ വെയിലൊക്കെ ഉണ്ട്. വെയിലത്ത് നിന്നാൽ തന്നെ ചൂടില്ല വെയിലിന്. ഇനി കുറച്ച് കഴിഞ്ഞാൽ ചൂട് തുടങ്ങിയാൽ ഉരുകണ ചൂടുമായി. നമ്മുടെ നാട്ടിലെ കേരളത്തിൽ തന്നെ ചൂടും വലിയ ചൂടില്ല, തണുപ്പും വലിയ തണുപ്പില്ല. ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. അതാണ് നമ്മളെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്നത്. ഇവിടെ ചൂടാണെങ്കിൽ ചൂട്, തണുപ്പാണെങ്കിൽ തണുപ്പ്. അപ്പോൾ ചങ്ങായിമാരെ, നമ്മൾ ലോഡൊക്കെ കയറ്റി മടങ്ങിയിട്ടുണ്ട്. ഞാനൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡാക്കിയാണ്. അവിടെ സൈഡാക്കിയിട്ട് റോഡിൻ്റെ അപ്പുറത്ത് ഇവിടെ ഒരു ചായ ബണ്ടി ഉണ്ട് കേട്ടോ. ചായ ബണ്ടിയാണ് കടൻ്റെ പേര്, ഷോപ്പിൻ്റെ. ചെറിയൊരു കിളിവാതിലൊക്കെ ഉണ്ട് ഉണ്ടോ. ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ടീ. നമ്മളെ കാക്ക ഉറക്കത്തിലാണ്. കുറച്ച് ദൂരം പോയ ഹൈവേയിൽ കയറും, ബാംഗ്ലൂർ ഹൈവേയിൽ. അപ്പോൾ നമുക്ക് കാക്കാനെ ഉണർത്തിയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കാക്ക ഹൈവേയിൽ ഓടിച്ചോളൂ. ഇതൊക്കെ സിംഗിൾ റോഡാണ് ഇവിടെ. ഇപ്പോൾ നമ്മൾ ചായ കൂടി കഴിഞ്ഞ് ചായ ബണ്ടി ഷോപ്പിൻ്റെ പേര്. നേരെ മെഹബൂബ് നഗറിന്ന് നേരെ ഭൂത്പൂർ ഹൈവേയിൽ കയറും. നേരെ മൈസൂർക്ക്. നല്ല വെയിലാണ്. രാവിലെ ആണെങ്കിൽ നല്ല തണുപ്പ്. അപ്പോൾ നമ്മൾ ഹൈവേയിൽ കയറി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ച ദാബിയിൽ സൈഡാക്കണം. കുഴപ്പമില്ലാത്ത ഭക്ഷണം കേട്ടോ. എല്ലാ സ്ഥലത്തും നല്ല ഭക്ഷണം കിട്ടൂല. അപ്പോൾ നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ പിന്നീട് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ, ഉച്ചക്ക് കഴിച്ചിട്ടില്ല, രാവിലെ കഴിച്ചതാണ് ഭക്ഷണം. അപ്പോൾ അത് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങണം.
വെച്ചിട്ട് കുറച്ച് നേരം വിശ്രമിച്ച് കാക്കാനെ ഏൽപ്പിക്കാനുണ്ട് കൂട്ടി കുറച്ച് സമയം കഴിവായതുകൊണ്ട് പിന്നെ കാക്ക അങ്ങനെ വിട്ട് പൊക്കോളും. കഴിഞ്ഞ പ്രാവശ്യം 5 മണിക്കൂർ എത്തിനും, പ്രാവശ്യം ഇപ്പോൾ 6 മണിയായി. അണ്ടക്കറി റൊട്ടി തംസപ്പില്ലാത്തൊരു ആഘോഷമല്ല അല്ലാക്കാം. അപ്പം അങ്ങനെ നമ്മൾ മടങ്ങി നമ്മുടെ കർണാടക കയറിയിട്ടുണ്ട്. പമ്പിലാണ് ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മൾ ഹൈദരാബാദിലേക്ക് പോയപ്പോൾ ഇവിടുന്ന് ഫുള്ളാക്കി പോയതാണ്. തിരിച്ച് ഇവിടുന്ന് തന്നെ ഫുള്ളാക്കണത്. നമ്മളിവിടുന്ന് ഫുള്ളാക്കിയിട്ടേ 1162 കിലോമീറ്ററാണ് തിരിച്ച് ഓടി എത്തിയത്. പിന്നെ എത്ര ഡീസൽ വരുന്നുണ്ട് നോക്കാം. ഇപ്പോൾ അത് ഡീസൽ അടി ഫുള്ളായിട്ടുണ്ട്. ഇല്ല 314 ആയില്ലേ? കൂടുതലല്ലേ ഓക്കെ. അപ്പം നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ ചങ്ങായിമാർ നമ്മൾ കുണ്ടൽപട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആടുകൾ കുറവുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങി വെച്ചതാണ്. ഒരു ബക്കറ്റ് നമ്മൾ പാർന്ന്, പിന്നെ അടുത്ത ബക്കറ്റ് പാരട്ടെ. ചാവി എടുത്തു നിങ്ങൾ അത് തുറന്നാണ് ഇത് പൈപ്പ് കൂടെ. ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കണം. എന്നിട്ട് വൈകിട്ട് നമ്മൾ ഇവിടെ റിട്ടേൺ ആവും. കത്തി എവിടെ? കത്തി ഇരിക്കും. ഇത് പിന്നെ തൊപ്പി കട്ടേണ്ട. അപ്പോൾ അതാണ് ആളു ഫില്ലപ്പാക്ക്. ഈ പൈപ്പ് ചപ്പി പോവാണ്. അതൊക്കെ ചപ്പി. അപ്പോൾ ആടുവിൻ്റെ പരിപാടി കഴിഞ്ഞു. സംഗതി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കേട്ടോ, ഈ ബക്കറ്റ് താങ്ങി പിടിച്ചുകൊണ്ട്. പക്ഷെ പുറത്തുനിന്ന് അടിച്ചിട്ട് ലോക്കലടിച്ചിട്ടാണ് നമുക്ക് കഴിഞ്ഞ നാൾ പണി കിട്ടിയത്. നമ്മളെ ഇതൊക്കെ അടഞ്ഞത്, അതിനെ അഴിച്ച് ക്ലീനാക്കാനൊക്കെ ബുദ്ധിമുട്ടായി. അപ്പോൾ കമ്പനിയിൽ പറഞ്ഞാൽ ഞങ്ങൾ ഒറിജിനൽ തന്നെ അടിക്കണം. ഇനി ബക്കറ്റ് വാങ്ങി വെക്കണം. 2 ബക്കറ്റ് വാങ്ങി വെച്ചത് തീർന്നു. ഇനി കമ്പനീൻ്റെ മുന്നിലൂടെ പോകുമ്പോൾ നമുക്ക് ബക്കറ്റ് വാങ്ങി വെക്കണം. നല്ല തണലുള്ള എവിടെയെങ്കിലും സൈഡാക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, കഴിക്കുക, കുറച്ച് വിശ്രമിക്കുക, വൈകുന്നേരം എടുത്ത് ഇങ്ങനെ പോവാം. തണലുള്ള സ്ഥലം നോക്കട്ടെ. അപ്പം നമുക്ക് നല്ലൊരു തണൽ കിട്ടിയപ്പോഴേ നമ്മളിവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കൽ തുടങ്ങി. സ്റ്റാർട്ടായിക്കണം. സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് നല്ല കാറ്റാണ്. തണൽ കിട്ടിയപ്പോഴേ നല്ല കാറ്റാണ്. വെള്ളക്കാൻ്റെ ബാക്കിൽ ബോക്സിലുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇങ്ങനെ പുറത്ത് കൊണ്ടുവച്ചതാണ്. അതൊക്കെ കടന്നുറങ്ങട്ടോ അമ്മ. ഇത് കൂക്കിയോ? ചോറ് കൂക്കിയോ? ആ കൂക്കിയാലോ.
അപ്പോൾ നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. കറി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി 2 പപ്പടം പൊരിക്കണം. പപ്പടം സാധാരണ നമ്മളെ നിഘണ്ടുവിൽ ഇല്ലാത്തൊരു സംഗതിയാണ് പപ്പടം. പ്രാവശ്യം നമ്മൾ പപ്പടം വാങ്ങിക്കുന്നത്. അതിന് പപ്പടം വാങ്ങുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ പപ്പടം വാങ്ങിയിട്ടുണ്ട്. തനി നാടൻ പപ്പടം. 2 പപ്പടം പൊരിക്കുക, ചോറ് വയ്ക്കുക. അപ്പോൾ നമ്മളെ ചോറും കറിയൊക്കെ റെഡിയായി. കഴിക്കാനുള്ള പപ്പടം കാക്കതാപ്പുറത്ത് ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആരോ അർജൻറ്റ് കോളില ഇങ്ങോട്ട് വരുന്നില്ല. ആശാരിമാരെ വിളിക്കണ ഒരു ഭക്ഷണം വെച്ച് ഉണ്ടാക്കി വെച്ച് ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ ഇതാ ഇപ്പോൾ വരാമെന്ന് പറയുന്നത്. അതുപോലെ പപ്പടം ഭക്ഷണം കഴിക്കാം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് നീങ്ങാം. സാധനമൊക്കെ ഒരുപാട് ഒതുക്കാണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി 1 മണിക്ക് ഇവിടെ നമ്മൾ ഫസ്റ്റ് സൈറ്റിലെത്തിയിട്ടുണ്ട്. നമുക്ക് 3 സ്ഥലത്ത് ഇറക്കാണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് രാമനാട്ടുകര അടുത്ത് ഐക്കരപ്പടി, മലപ്പുറം ഐക്കരപ്പടി. രാത്രി 1 മണിക്ക് ഇവിടെ കുറച്ച് സൈഡാക്കിയിട്ടതാണ്. 3 മണിക്ക് വരാമെന്ന് പറഞ്ഞാണ് പണിക്കാർ, ലോഡിങ്ങുകാർ. 3 മണിക്ക് വരുതാ 8 മണിയായി, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ കുറച്ച് അപ്പുറത്തൊരു അങ്ങാടി ഉണ്ട്. ഞാനവിടെ ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഞാനും കാക്കയും കൂടി. അങ്ങാടിയൊക്കെ ആയതുകൊണ്ട് രാവിലെ നേരെ വെളുക്കണതിന് മുമ്പ് ലോഡിറക്കി കടി കിട്ടിയാൽ പണിക്കാരെത്തിയില്ല. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ അതല്ലെങ്കിൽ അവർ വരട്ടെ. ബോർഡൊക്കെ കളർ വാങ്ങി പോയിട്ട് ഐക്കരപ്പടി. അതാണ് ഐക്കരപ്പടിയിലാണ്. അപ്പോൾ നമ്മളെ പണിക്കാർ വന്നിട്ടുണ്ട്. ലോഡ് ഇറക്കുന്നുണ്ട്. മാറ്റി കയറ്റാണ്. ഇവിടെ നമ്മൾ നിർത്തിയതിൻ്റെ മുമ്പിൽ തൊട്ട് മുമ്പിൽ റോഡ് ലെഫ്റ്റിക്ക് പോകുന്നുണ്ട്. ആ റോഡ് നമുക്ക് കയറാനുള്ളത്. അത് മുടിഞ്ഞ കയറ്റാട്ടോ. 2 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് നോക്കി, വണ്ടി കയറിയില്ല. ഒരു മുക്ക ഭാഗത്തേറ്റ കയറി പോയുള്ളൂ. പിന്നെ റിവേഴ്സ് റിട്ടേൺ ഇറക്കി 2 പ്രാവശ്യം ഇറക്കി ഇപ്പോൾ സൈഡാക്കിയിട്ട് അതിന് പകുതി ലോഡ് മാറ്റി കയറ്റിൻ്റെ ശേഷം അടുത്ത ട്രൈ നടക്കുള്ളൂ. നല്ല കുത്ത് കയറ്റാണ്. അപ്പോൾ ഏതായാലും ഒരു ലോഡ് മാറ്റി കയറ്റട്ടെ, എന്നിട്ടോ നമ്മൾ ശ്രമിച്ചോ. ഇവിടെ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ റോഡ് നമുക്ക് കയറിപ്പോളൂ. നല്ല കയറ്റാണ്. നമ്മളെ വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ യൂഡിഎഫിൻ്റെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കയറ്റം കയറി പോകണം. അപ്പോൾ നമ്മൾ നിസാനിൽ ഒരു ലോഡ് പോയിട്ടുണ്ട്. ഒരു ലോഡ് കൂടി പോകേണ്ടി വരും. 2 ലോഡ് പോകേണ്ടി വരും. നല്ല കയറ്റം. ഇവിടുന്ന് കാണുന്ന മാറില്ല, കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ കയറ്റം കൂടുകയാണ്. അപ്പോൾ നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ലോഡ് ഇറക്കി വന്ന് റൈറ്റ് ചെയ്യുക. അത് മതി. ഇനി ഗ്യാപ്പില്ല ആ സൈഡിൽ. ഓ അപ്പോൾ ഈ ലോഡ് കൂടി കയറ്റിയിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കയറുമെന്ന് കരുതണം.
അപ്പം മല കയറി നമ്മളിവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. കല്ലറക്കുന്നാണ് സ്ഥലപ്പേര്. അന്നപൂർണ വനിതാ കാറ്ററിംഗ് കല്ലറക്കുന്ന്. ഇവിടെയാണ് പാർട്ടി ബാബേട്ടൻ്റെ കൂടെ. അപ്പം നമുക്കിനി തിരിച്ച് പോകണം. ഇനിയിപ്പോൾ അതിനുള്ള തിരിക്കാനുള്ള സ്ഥലം ഇനി തപ്പണം. അവിടെ താഴെ പോയി കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു. നോക്കട്ടെ തിരിക്കാനുള്ള ഗ്യാപ്പ്. ഇവിടെ അങ്ങനെ ഒരു സ്ഥലം കാണാണ്ട്. ഇവിടെ തിരിക്കാൻ പറ്റുമോ നോക്കണം. ശ്രമിച്ച് നോക്കാം. ഒരു കല്ലുവെട്ടിക്കുഴി ഉണ്ട് ഇവിടെ. ഇപ്പം ഇങ്ങനെ സ്ഥലം ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല, തിരിക്കാന്നൊക്കെ തോന്നും. വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ സ്ഥലം ഉണ്ടാവും ഇവിടെ. വണ്ടി തന്നെ നിറയും. ഏതായാലും ഓർഡർ ചെയ്തിട്ട് നോക്കാം. ഇവിടെ ഇല്ലെങ്കിൽ താഴെ എടുക്കലും പോകേണ്ടി. അപ്പം നമ്മൾ ലാസ്റ്റ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിൽ ചിരണി മഞ്ചേരി നമ്മൾ വണ്ടിയൊക്കെ വറുത്തെടുക്കണം ഏരിയയാണ് വർക്ക്ഷോപ്പ്. അപ്പോൾ ഈ വണ്ടി നമ്മളിവിടെ എല്ലാം കൊടുക്കല്. ഇത് പിന്നെ കമ്പനിയിലെ കൊടുക്കല്. മുമ്പത്തെ വണ്ടിയൊക്കെ ഇവിടെയാണ് വർക്ക്ഷോപ്പിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട്. 3ാമത്തെ ഡെലിവറി ആയിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ഇറക്കി അവിടുന്ന് വയൽ 2ാമത്തെ സ്ഥലത്ത് കുറച്ച് സാധനം ഇറക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ തീരുമുണ്ട്, കുറഞ്ഞ സാധനമുള്ളൂ. ഇവിടുന്ന് മാറ്റി കയറ്റി കൊണ്ടുപോകും. ഇവിടെ ഇറങ്ങൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അതുപോലെ വന്ന വണ്ടിയിൽ ചെറിയൊരു മെഷീനുണ്ട്. അത് മാറ്റി കിടന്നത് നമുക്ക് കല്ലെടുക്കാം. അത് മാറ്റി വെച്ചാൽ കുറച്ചുള്ളൂ. ഒറ്റ ട്രിപ്പിന് പോകാനുള്ള സാധനമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ വണ്ടി കാലിയാവും. വീട്ടിൽ പോകണം. ഇന്ന് വീട്ടിൽ നിന്നിട്ട് നാളെ അടുത്ത കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ പറഞ്ഞ മാതിരി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കണ്ട.